ഹലോ, നമസ്കാരം. ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വിഭവങ്ങളുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ്. ഈസിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമ്മൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം പനീർ ടിക്കയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫോട്ടോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ, പനീർ ടിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പനീറിൻ്റെ സൈസ് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അതേ സൈസിനായിരിക്കണം നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്ത് വെക്കേണ്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസും നമുക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടാം. എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാദ്യമായിട്ട് നമ്മളൊരു ബൗൾ എടുത്ത്, വലിയ ബൗൾ മിക്സ് ചെയ്യാനായിട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പനീർ ടിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പം നമുക്ക് ഓരോന്നും പരിചയപ്പെടാം. എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. പനീർ എടുക്കുകയാണ്. 200 ഗ്രാം പനീറിലാണ് ഞാനിപ്പോൾ ഈ ടിക്ക ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പനീർ 200 ഗ്രാംസ്. 2 ഇടത്തരം വലിപ്പമുള്ള സവാള സ്ക്വയറായിട്ട്, പനീറിൻ്റെ അതേ സൈസിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്. നല്ല കട്ട തൈര് വേണം നമുക്ക്. 1/2 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കുക. കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് വറുത്താലും വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വറുക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. 3 കളറിലുള്ള ക്യാപ്സിക്കം പനീറിന് അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ഓയിൽ 1½ ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഗരം മസാല 1 ടീസ്പൂൺ, ക്യുമിൻ പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ബൗളിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ക്യുമിൻ പൗഡർ, വിനാഗിരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തൈരും അതേപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ മസാലകളും ഉപ്പും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മസാലകളെല്ലാം മിക്സായി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന പനീർ നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടഞ്ഞു പോകാതെ പതുക്കെ നമുക്ക്
ഇളക്കി യോജിപ്പിക്കാം. മസാലകളെല്ലാം പനീറിലേക്ക് പിടിക്കാൻ പാകത്തിന് എല്ലാം കോട്ടായി വരുന്നത് വരെയും ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മിക്സാക്കി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ പനീറിലും എല്ലാം കോട്ടിംഗ് എല്ലാം വന്നു കഴിഞ്ഞു. എടുത്തു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, നന്നായി മിക്സ് ചെയ്ത് മസാല എല്ലാ സവാളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും എല്ലാം പിടിക്കുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്തു. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ മസാല അടക്കം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ആവശ്യമാണ്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി പനീർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിനകത്തേക്ക് മസാലകൾ നന്നായി പിടിക്കും. വലിയ ക്യൂബ്സ് ആണെങ്കിൽ അതിനകത്തേക്ക് പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ എയർ ടൈറ്റ് ചെയ്തിട്ട് നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ, നന്നായി ഒന്ന് മസാലയൊക്കെ പിടിച്ചു വരട്ടെ. നോക്കൂ, നന്നായി എയർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ മാരിനേഷനൊക്കെ കഴിഞ്ഞു. നമ്മുടെ പനീർ ടിക്കയ്ക്കയുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി പിടിച്ചെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ പനീർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പ്, മുളക്, പുളി ഇതെല്ലാം നോക്കി എല്ലാം പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടിയതുപോലെ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാംബൂ സ്റ്റിക്ക്, ഈ സ്റ്റിക്കുകൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് കട്ടി കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട്. ഞാൻ കട്ടി കുറഞ്ഞതാണ് സ്റ്റിക്ക് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല, സവോള, ക്യാപ്സിക്കം, പിന്നെ ഒരു പനീർ, ഇങ്ങനത്തെ ക്രമത്തിൽ നമുക്ക് ആ ബാംബൂ സ്റ്റിക്കിലേക്ക് കോർത്ത് സ്ക്രൂ ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സൂക്ഷിക്കുക. അപ്പോഴായിരിക്കും ഇത് ഭംഗിയാവുന്നത്. അപ്പോൾ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇതേ ക്രമത്തിൽ തന്നെ ക്യാപ്സിക്കം പല പല കളറായതുകൊണ്ട് അതും ഭംഗിയായിരിക്കും. ആ ക്രമത്തിൽ നമുക്ക് ഓരോരോ സ്റ്റിക്കിലേക്കും നമുക്ക് കോർത്തിടാം. ഒരുപാട് കൂടുതലായിട്ട് സ്ക്രൂ ചെയ്തിടണ്ട, കാരണം ഇതിൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു 1/4 ഭാഗം വരെ നമുക്കത് സ്ക്രൂ ഇങ്ങനെ ഓരോന്നും നമുക്ക് കോർത്ത് ടിക്കയ്ക്ക് വേണ്ടി റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് കറക്റ്റാക്കി എടുക്കേണ്ടത്. സവോള, ക്യാപ്സിക്കം, പനീർ, എഗെയിൻ സവോള, ക്യാപ്സിക്കം, പനീർ, അങ്ങനെ കറക്റ്റായിട്ട് ഓരോരോ സ്റ്റിക്കിലേക്കും. അങ്ങനെ 4 സ്റ്റിക്കാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് 8 സ്റ്റിക്കിനുള്ളത്, ഈ ഒരു വലുപ്പത്തിലുള്ള സ്റ്റിക്കിനുള്ളത് നമുക്ക് കിട്ടും. നാല് സ്റ്റിക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പനീർ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കോർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് 4 സ്റ്റിക്കിലും പനീർ ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഒരേപോലെ അളവിന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സൈസിന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. കാണാനും ഭംഗിയായിരിക്കും, കുക്ക് ചെയ്ത് വരുമ്പോഴും കാണാനും രസമായിരിക്കും. അപ്പം നമുക്കിതിനി ഒരു തവയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചിട്ടുള്ള റെസിപ്പി വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. അപ്പം ഒരടുപ്പിൽ നമ്മുടെ തവ ചൂടാക്കാൻ വയ്ക്കുക. നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക്
എണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നാക്കി എല്ലാ ഭാഗത്തേക്കും, തവിയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പനീർ ടിക്കയുടെ ഓരോരോ സ്റ്റിക്കും നമുക്ക് വച്ചു കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് വയ്ക്കാം. എന്നിട്ട് 4 സൈഡും നമ്മൾ മറിച്ചിട്ടിട്ട് നമുക്ക് മൊരിച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് ചൂടിൽ വെക്കരുത്, ചെറിയ ചൂടിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ ചൂടിൽ വെച്ചിട്ട് നമുക്ക് ഓരോരോ ഭാഗവും മൊരിച്ചെടുക്കാം. ഈ സൈഡ് നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നാല് ഭാഗവും ഞാനിങ്ങനെ ചെറു തീയിൽ വെച്ച് ചെറിയ രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പനീർ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, മസാല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. നമ്മുടെ പനീർ ടിക്ക ഇവിടെ റെഡിയാണ്. കാണുന്നതിന് നല്ല ഭംഗിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മസാലയെല്ലാം പിടിച്ച് ഭയങ്കര ജ്യൂസിയാണ്. വിനീഗർ ഒഴിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പനീർ ടിക്കയാണ്. ഒരിക്കലും ഹാർഡല്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഭവമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ 8 സ്റ്റിക്ക് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോസ് കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അയച്ചു തരിക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വിഭവമായിട്ട് ഇനിയും കാണാം. താങ്ക്